ഹായ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ പ്രാവശ്യം പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് കിട്ടാത്ത അത് ഭയങ്കര പ്രശ്നമുണ്ടോ? അപ്പോൾ നമ്മൾ തിയേറ്ററിൽ സിനിമയൊക്കെ പോയി കാണാൻ അതിന് ഫ്രണ്ടിൽ ആദ്യം തന്നെ പോയി ഇരിക്കുന്ന സമയത്ത് എല്ലാ പരസ്യമാണ് ശരാശരി ഒരു പുകവലിക്കാരൻ്റെ ശ്വാസകോശം സ്പോഞ്ച് പോലെ. അപ്പോൾ അതേപോലെയാണ് ഇപ്പോൾ അവസ്ഥ. പൊല്യൂഷൻ ടെസ്റ്റ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ നമ്മളെ പേഴ്സിലെ കാശ് കലിയാവും. അതാണ് അവസ്ഥ. ഒരു 80 രൂപേൻ്റെ 100 രൂപേൻ്റെ പൊല്യൂഷൻ ടെസ്റ്റ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ പേഴ്സിൽ ഒരു മിനിമം ഒരു 1000 രൂപ പോയി. അത് ബൈക്ക് സ്കൂട്ടറിന് 1000, കാറാണെങ്കിൽ 1000 നിൽക്കില്ല കേട്ടോ. അത് പിന്നെ പറയണ്ടല്ലോ. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. പൊല്യൂഷൻ ടെസ്റ്റ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ പേഴ്സിലെ കാശ് കാലിയായി പോയി. കണ്ടുവരുന്ന പ്രശ്നമാണ് പൊല്യൂഷൻ ടെസ്റ്റ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ അത് ഫെയിൽഡ് ആവുന്നത്. മിക്കവാറും ആൾക്കാരുടെ ഫെയിൽഡ് ആയിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ ഇതേപോലെ ഫെയിൽഡ് ആയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യട്ടോ. നിങ്ങൾക്ക് എത്ര രൂപ ചിലവായിന്ന്, ഒരു 100 രൂപേനെ പൊല്യൂഷൻ ടെസ്റ്റ് ചെയ്യാൻ പോയിട്ട് എത്ര രൂപ ചിലവായിന്ന് അടിയിൽ നിന്ന് കമൻറ്റ് ചെയ്യട്ടോ. അപ്പോൾ പഴയ വണ്ടികളിലാണ് ഏറ്റവും കൂടുതൽ ഈ പൊല്യൂഷൻ ഫെയിലായി പോകുന്നത്. പുതിയ വണ്ടികളുണ്ട്, ഇല്ലയെന്നും പറഞ്ഞില്ല കേട്ടോ. പൊല്യൂഷൻ ഫെയിലായി പോകുന്നത് കുറച്ച് കൂടുതലാണ്. അപ്പോൾ അതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. എന്തൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പാസ്സാക്കി എടുക്കാമെന്നും കൂടി പറഞ്ഞുതരാം. അപ്പോൾ എൻ്റെ അനുഭവം കൂടി ഉണ്ട് കേട്ടോ. എൻ്റെ സ്കൂട്ടർ ഇതേപോലെ പൊല്യൂഷൻ ടെസ്റ്റ് ചെയ്യാൻ പോയിട്ടോ. അപ്പോൾ അത് ഞാൻ ആദ്യം പറഞ്ഞുതരാം. സ്കൂട്ടർ ആദ്യം പൊല്യൂഷൻ ടെസ്റ്റ് ചെയ്യാൻ പോയി, ഒന്നും ചെയ്തില്ല. നേരെ പൊല്യൂഷൻ ടെസ്റ്റിങ് അവിടെ പോയി അവരോട് ആദ്യം തന്നെ കാര്യം പറഞ്ഞു. ഫെയിൽഡ് ആണെന്നുണ്ടെങ്കിൽ ഒരിക്കലും എൻട്രി ചെയ്ത് തന്നു. അത് പറഞ്ഞിട്ടാണ് വണ്ടി കൊടുത്തുള്ളൂ കേട്ടോ. അതായത് ആദ്യം ചെക്ക് ചെയ്യും, അവർക്ക് റീഡിങ് കാര്യങ്ങൾ അറിയാൻ പറ്റും അത് ഫെയിൽഡ് ആവില്ലേന്ന്. അപ്പോൾ ഫെയിൽഡ് ആണെന്നുണ്ടെങ്കിൽ അത് പാസ് ആവണില്ല എന്നുണ്ടെങ്കിൽ ഒരിക്കലും എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത 24 മണിക്കൂർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ അവിടെ അതിനെ എഴുതിയിട്ടുണ്ട് ഫെയിൽഡ് ആയാലും പാസ്സായാലും പൈസ കൊടുക്കണം. അപ്പോൾ നമ്മൾ വർക്ക്ഷോപ്പിൽ യൂണിഫോമും കാര്യങ്ങളും ഇട്ട് വർക്ക്ഷോപ്പിൽ നിന്ന് പറഞ്ഞുകൊണ്ട് കാശും കാര്യങ്ങളൊന്നും മേടിച്ചില്ല. അവർ ചെക്ക് ചെയ്ത് തന്നിട്ടോ. പലർക്കും അങ്ങനെ ഒരു ഉണ്ടായിരിക്കില്ല. ഇപ്പോൾ ഒരു പ്രാവശ്യമൊക്കെ ഫെയിൽഡ് ആവുന്നത് കുഴപ്പമില്ല. രണ്ടാമത്തെ പ്രാവശ്യം ചെല്ലുമ്പോൾ മസ്റ്റായിട്ടും വേണം. ഫെയിൽഡ് ആണെന്നുണ്ടെങ്കിൽ ഒരിക്കലും എൻട്രി ചെയ്യരുത്. രണ്ടാമത് എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മളത് ഒരു നോട്ടപ്പുള്ളിയാവും. പിന്നെ അടുത്ത് കറക്റ്റായിട്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അത് പിന്നെ ഭയങ്കര പ്രശ്നമാവും. ഇത് നേരെ MVDൻ്റെ സൈറ്റിലേക്കാണ് പോകുന്നത്. അതുകൊണ്ട് പിന്നെ നമ്മളെ വണ്ടി ഒന്ന് നോട്ടപ്പുള്ളിയാക്കും. അതുകൊണ്ടാണ് പറഞ്ഞത് രണ്ടാമത് കൊടുക്കുന്ന സമയത്ത് ഒരിക്കലും ഫെയിൽഡ് ആക്കരുത്. ഫസ്റ്റ് ഒരു പ്രാവശ്യം ഫെയിൽഡായിരുന്നു കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ പരിചയമില്ലാണെന്നുണ്ടെങ്കിൽ ഫെയിൽഡ് ആക്കാതെ തന്നെ അത് ഇന്ന കാര്യങ്ങൾ ചെയ്തിട്ട് വരാൻ പറയും. അപ്പോൾ അതിനെ ഒന്ന് പറയാം, അതിൻ്റെ കാശ് കൊടുത്താൽ മതി. ഫെയിൽഡ് ആക്കണ്ട, ജസ്റ്റ് റീഡിങ് നോക്കുക. പാസ്സാവുകയാണെങ്കിൽ ഓക്കെ എൻ്റർ അടിച്ചേക്കും. അപ്പോൾ എൻ്റെ സ്കൂട്ടറിൻ്റെ അങ്ങനെ കൊണ്ടുപോയി പാസ്സാവണില്ല. നേരെ കൊടുന്നു, നേരെ അതിൻ്റെ പ്ലഗ് അയച്ചു, എയർ ഫിൽറ്റർ അയച്ച് മാറ്റി, പ്ലഗ് മാറ്റിന് എയർ ഫിൽറ്റർ മാറ്റി, പിന്നെ എഞ്ചിൻ ഓയിൽ മാറ്റിയിടുക. ഇത്രയും കാര്യങ്ങൾ മാറ്റി വണ്ടി ജസ്റ്റ് ഒന്ന് ഓടിച്ചു. പിന്നെ കൊണ്ടുപോയി കൊടുക്കുന്ന സമയത്ത് ഒരു 20 കിലോമീറ്റർ ഇങ്ങനെ മിനിമം ഓടിച്ചു കഴിഞ്ഞാൽ അത് കറക്റ്റ് ഉള്ളൂ. അത് ചൂടായി കഴിഞ്ഞാൽ അതിൻ്റെ കറക്റ്റ് ഫ്യൂവലിൻ്റെ കാര്യങ്ങളൊക്കെ അത് കറക്റ്റായിട്ടിരിക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ പൊല്യൂഷൻ എടുക്കാൻ പോകുന്ന സമയത്ത് ഒരു മിനിമം ഒരു 20 കിലോമീറ്റർ ഇങ്ങനെ ഓടിക്കണം കേട്ടോ. അപ്പോൾ ഞാൻ നേരെ പോയി പമ്പിൽ പോയി എണ്ണ അടിച്ച് റൗണ്ടൊക്കെ ഓടിച്ച് വന്ന് നേരെ കൊടുത്തു ചെന്ന് പിന്നെ എടുക്കാൻ പറഞ്ഞു. പിന്നെ എടുക്കുമ്പോൾ ഇത് കിട്ടില്ല, റീഡിങ് കറക്റ്റ് ആവണില്ല. ഇത്രയും കാര്യങ്ങൾ മാറ്റി, പ്ലഗ് മാറ്റി, ഓയിൽ മാറ്റി, എയർ ഫിൽറ്റർ മാറ്റി, പിന്നെ അതിൻ്റെ സെക്കൻഡറി ഫിൽറ്റർ ഉണ്ട് അത് അയച്ചു. അത് മുന്നേ മാറ്റിക്കൊണ്ട് അത് വല്ലാതെ അഴുക്കില്ല, അതും മാറ്റി. ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ടും പിന്നെയും കിട്ടില്ല. പിന്നെ ഞാനവിടെ കുറേ നേരം നിന്നു. അവസാനം അവരെ ആ പൈപ്പും ഫിൽറ്ററും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊന്ന് അയച്ച് ക്ലീൻ ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ അത് അയച്ച് ക്ലീൻ ചെയ്യുന്ന സമയത്ത് ആ പൈപ്പിൻ്റെ ഉള്ളിലേക്ക് എയർ അടിച്ച് ക്ലീൻ ചെയ്യുന്നത് എൻ്റെ വണ്ടിയിൽ നിന്ന് വരുന്നതിനേക്കാളും സ്മോക്ക് ആ പൈപ്പിൻ്റെ ഉള്ളിൽ നിന്ന് സ്മോക്ക് വരുന്നുണ്ട്, ഭയങ്കര സ്മോക്ക്. അങ്ങനെ അത് അയച്ച എല്ലാം ക്ലീൻ ചെയ്ത് പിന്നെ എടുത്തപ്പോൾ ഓക്കെ പാസ്സായി, നേരെ പോകുന്നു. അപ്പോൾ നമ്മളെ വണ്ടിക്ക് മാത്രമല്ല പ്രശ്നം കേട്ടോ. പൊല്യൂഷൻ ടെസ്റ്റിന് അവരെ ഫിൽറ്ററും പൈപ്പിനും പ്രശ്നമുണ്ട്. അത് ഇടയ്ക്ക് വല്ലപ്പോഴൊന്നും ക്ലീൻ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മളെ വണ്ടിയും പാസ്സാവില്ല. നമ്മൾ എത്ര കണ്ട് ചെയ്ത് കഴിഞ്ഞാലും പാസ്സാവില്ല. അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന ഒരു സ്ഥലത്ത് കൂടുതലായിട്ട് ഫെയിൽ ആവണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് മാറ്റി പിടിക്കട്ടെ, വേറെ എവിടെയെങ്കിലും കൊണ്ടുവന്ന് ചെയ്ത് നോക്കുക. അങ്ങനെയും സംഭവങ്ങൾ വരുന്നുണ്ട്. വണ്ടിക്ക് എല്ലാതെയും പ്രശ്നങ്ങൾ പൊല്യൂഷൻ സെൻറ്ററിലെ പൈപ്പിൽ അങ്ങനെ കൂടുതൽ അഴുക്കുണ്ടെന്നുണ്ടെങ്കിലും പാസ്സാവില്ല കേട്ടോ. അപ്പോൾ അതും കൂടി ഒന്ന് ആലോചിക്കുക. ഒരു സ്ഥലത്ത് തന്നെ കൂടുതലായിട്ട് ഫെയിൽഡ് കാണിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ വേറെ സ്ഥലം മാറ്റിയിട്ടൊന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ എൻ്റെ വണ്ടിക്ക് ഇപ്പോൾ പൊല്യൂഷൻ ടെസ്റ്റ് ചെയ്യാൻ പോയിട്ട് ഉള്ള ഒരു 500-700 രൂപേൻ്റെ അടുത്ത് എനിക്ക് ചിലവായി. അത് പാർട്സിന് മാത്രം കേട്ടോ. അപ്പം ഞാൻ തന്നെ പണിതുകൊണ്ട് ലേബർ അതിൽ വന്നിട്ടില്ല. ലേബറും കൂടി വന്നു കഴിഞ്ഞാൽ 1000, മിനിമം 1000 സ്കൂട്ടറിന്. കാറാണെങ്കിൽ പിന്നെ എമൗണ്ട് പറയണ്ട, അതൊരു 2000, 3000 ആ റേഞ്ചിലൊക്കെ. അത് ആ പാർട്സ് മാറ്റുന്നതിനനുസരിച്ചും പിന്നെ ലേബറൊക്കെ ഉണ്ട്. അപ്പം ഞാൻ പറഞ്ഞുതരാം എന്തൊക്കെ കാര്യങ്ങൾ മാറ്റുന്നുണ്ട്. കാറിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള എയർ ഫിൽറ്റർ ആണെന്നുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങളെ പൊല്യൂഷൻ കിട്ടില്ല കേട്ടോ. ഇതുണ്ടോ, ഇനിയിപ്പോൾ എന്താ പറയുക, ഇത് ബ്ലോക്കാണ്. ബ്ലോക്ക് പറഞ്ഞാൽ ആജാതി ബ്ലോക്ക്. അത് മൈലേജും കാര്യങ്ങളുണ്ട്. ഈ ഒരു എയർ ഫിൽറ്റർ കൊണ്ട് വണ്ടിക്ക് മൈലേജും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല, പുള്ളിങ്ങും ഉണ്ടാവില്ല. അപ്പോൾ ഇതുപോലത്തെ എയർ ഫിൽറ്റർ ആണെന്നുണ്ടെങ്കിൽ പൊല്യൂഷൻ കിട്ടില്ല. പിന്നെ ചെക്ക് ചെയ്യേണ്ടത്
എന്താ സ്പാർക്ക് പ്ലഗ്. ഈ സ്പാർക്ക് പ്ലഗിൻ്റെ കണ്ടീഷൻ അതിൻ്റെ ഈ ടിപ്പുണ്ടല്ലോ, ആ ഗ്യാപ്പിൽ വ്യത്യാസം ഉണ്ടെങ്കിൽ കറക്റ്റ് ഫയറിങ് നടക്കില്ല. അപ്പോൾ അവിടെ ആ ഫ്യൂൽ ബേണിങ് കറക്റ്റായിട്ട് നടക്കില്ല, അപ്പം പൊല്യൂഷൻ കിട്ടില്ല. പിന്നെ ചെക്ക് ചെയ്തിട്ടാണ് ഫിൽറ്റർ മാറിയിട്ടില്ല എന്നുണ്ടെങ്കിൽ, എന്താ പെട്രോൾ ഫിൽറ്ററോ മാറിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അതൊന്ന് മാറ്റി കൊടുക്കണ്ടോ. അതിൽ വെള്ളത്തിൻ്റെ അംശം പഴയ അഴുക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ കറക്റ്റ് ഫ്യൂലാണ് ചെല്ലില്ല. പിന്നെ അതിൽ മിക്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതും കറക്റ്റായിട്ട് ബേണിങ് നടക്കില്ല. അപ്പോൾ ഫ്യൂൽ ഫിൽറ്റർ മാറിയിട്ടില്ല എന്നുണ്ടെങ്കിൽ മാറ്റി കൊടുക്കുന്നത് നല്ലതാണ്. പിന്നെ ഉള്ളതാണ് ത്രോട്ടിൽ ബോഡി. ഈ ത്രോട്ടിൽ ബോഡിയിൽ അഴുക്കുണ്ടെങ്കിലും പൊല്യൂഷൻ കിട്ടാൻ ഭയങ്കര പ്രശ്നം കേട്ടോ. നല്ലപോലെ അഴുക്കുണ്ടെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ടുള്ള എയറിൻ്റെ മിക്സിങ് നടക്കില്ല, എയർ കറക്റ്റായിട്ടുള്ള പ്രൊപ്പോർഷൻ എത്തില്ല. അപ്പോൾ ഈ ത്രോട്ടിൽ ബോഡി അയച്ച് ക്ലീൻ ചെയ്യാൻ ഒരു 40,000 കിലോമീറ്റർ കഴിയുമ്പോൾ ത്രോട്ടിൽ ബോഡി അയച്ച് ക്ലീൻ ചെയ്യാൻ നല്ലതാണോ. അത് വണ്ടിക്ക് പെർഫോമൻസും മൈലേജിനും നല്ലപോലെ കിട്ടും കേട്ടോ. കാരണം എനിക്ക് അനുഭവം ഉള്ളതാണ്. ത്രോട്ടിൽ ബോഡി കംപ്ലൈൻറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ മൈലേജ് നല്ലപോലെ ബാധിക്കും കേട്ടോ. അതിൻ്റെ അനുഭവം കൊണ്ട് ഞാൻ പറഞ്ഞാണ്. ഇപ്പം നമ്മളിപ്പോൾ വർക്ക്ഷോപ്പിൽ ഇപ്പോൾ ഒരു കസ്റ്റമർ വന്നു കഴിഞ്ഞാൽ മൈലേജ് ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലഗ് മാറ്റും, എയർ ഫിൽറ്റർ മാറ്റും, ത്രോട്ടിൽ ബോഡി മാറ്റും. പക്ഷെ അത് എത്രത്തോളം ഫീൽ ചെയ്യുന്നത് നമുക്കറിയില്ലോ. ആ ഓടിക്കുന്ന കസ്റ്റമർക്ക് അറിയില്ലോ. ആ കസ്റ്റമർ എണ്ണ അടിച്ച് ഓടിക്കുമ്പോൾ അയാൾക്ക് അറിയില്ല എത്രത്തോളം ആ ഒരു മൈലേജിൻ്റെ വ്യത്യാസം. നമ്മൾ അടിച്ച് കൊടുക്കും, അപ്പോൾ കസ്റ്റമർ പറയും അപ്പോൾ മൈലേജ് ഉണ്ട് അത്. പക്ഷെ അത് എത്രത്തോളം ഉണ്ട് നമുക്ക് അറിയാൻ പറ്റില്ല. അപ്പോൾ നമ്മുടെ സ്വന്തം വണ്ടിയിൽ അങ്ങനെ നമുക്ക് അനുഭവം ഉണ്ടാകുമ്പോൾ നമുക്ക് എത്രത്തോളം ഉണ്ട് പറയാം. കാരണം എൻ്റെ കേട്ടണിൽ നല്ല പോലെ ഒരു 500 രൂപയ്ക്ക് അടിച്ചു കഴിഞ്ഞാൽ ജസ്റ്റ് 2 ഓട്ടോ ഓടുമ്പോഴേക്കും എത്തിയിട്ടുണ്ട്. 2 ഓട്ടോ തന്നെ ആ കുറച്ച് കിലോമീറ്റർ ഉള്ളൂ. അപ്പോൾ അത് പിന്നെ ബ്ലിങ്ക് റിസർവിലാവും. അതുകൊണ്ട് ഞാൻ പറഞ്ഞു പിന്നെ നേരെ അയച്ച് അതിൻ്റെ എയർ ഫിൽറ്ററും ഇപ്പം കാര്യങ്ങളും മുന്നേ മാറ്റിയിട്ടുണ്ട്. പിന്നെ അത് മാറ്റുന്ന ആവശ്യമില്ല. ആ ഒരു 5000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ മാറ്റിയിട്ട്. അതുകൊണ്ട് അത്രത്തോളം മൈലേജിൻ്റെ ഇഷ്യൂ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ത്രോട്ടിൽ കൂടി അഴിച്ചു, നല്ലപോലെ അഴുക്കുണ്ടായിരുന്നു. അത് അഴിച്ച് ക്ലീൻ ചെയ്തപ്പോൾ പക്ക് ചെയ്ത് അപ്പോൾ മൈലേജ് ഓക്കെ ആയി. അതുകൊണ്ടാണ് വേണ്ടത്. ഇത് നല്ലപോലെ അഴുക്കുണ്ടെന്നുണ്ടെങ്കിൽ ത്രോട്ടിൽ ബോഡി നല്ലപോലെ അഴുക്കുണ്ടെങ്കിൽ മൈലേജ് നല്ലപോലെ ബാധിക്കുന്നുണ്ട്. അപ്പോൾ ത്രോട്ടിൽ ബോഡി അഴിച്ച് ക്ലീൻ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഓയിൽ മാറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഓയിൽ കൂടി മാറ്റണം. ഓയിൽ പഴയതാണെന്നുണ്ടെങ്കിൽ ഓയിൽ കൂടി മാറ്റണം. ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ട് നേരെ പോയിട്ട് പൊല്യൂഷൻ ചെക്ക് ചെയ്താൽ ഒരു 90% കിട്ടാറുണ്ട്. നമുക്ക് ഇതുവരെ തിരിച്ചു വന്നില്ല കേട്ടോ. ഇത്രയും കാര്യങ്ങൾ മാറ്റി ചെയ്തിട്ട് തിരിച്ചു വന്നില്ല. പിന്നുള്ളത് ഈ സൈലൻസിന് സൗണ്ട് എന്ന് പറഞ്ഞാൽ സൈലൻസ് കൺവേർട്ടും കാര്യങ്ങളൊക്കെ ചിലർ കുത്തിപ്പൊളിക്കുന്നുണ്ട്. അത് കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഉള്ള സാധനം കുത്തിപ്പൊളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ആ വണ്ടിയോട് പോയി കഴിഞ്ഞാൽ ഒരിക്കലും പൊല്യൂഷൻ കിട്ടില്ല കേട്ടോ. പിന്നെ എത്ര കണ്ട് എയർ ഫിൽറ്റർ AC ഫിൽറ്റർ മറ്റേ പ്ലഗും കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്ത് മാറ്റുകയും ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും അത് കിട്ടില്ല. സൈലൻസറും മാറ്റേണ്ടി വരും. പഴയ ആദ്യമൊക്കെ നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ടായിരുന്നു. ആ സൈലൻസർ മാറ്റേണ്ട ആ ഒരു എമൗണ്ട് ഇതാക്കിയിട്ട് നേരെ കട്ടിയും ഉള്ളിൽ ഷീൽഡും കാര്യങ്ങളൊക്കെ എടുത്ത് കളയും. അപ്പോൾ അങ്ങനത്തെ വണ്ടികൾക്ക് പൊല്യൂഷൻ കിട്ടില്ല. അപ്പോൾ അത് സൈലൻസർ തന്നെ മാറ്റേണ്ടി വരും. പിന്നെ ഉള്ളത് ചില വണ്ടികളിൽ നമ്മുടെ ഓട്ടോ സെൻസർ ഉണ്ടല്ലോ, അത് കംപ്ലൈൻ്റ് ആയിട്ട് അത് മാറാതെ അങ്ങനെ ഓടിച്ചേർക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ ഓട്ടോ സെൻസർ കംപ്ലൈൻ്റ് ആയിട്ടുണ്ടെന്നെങ്കിലും പൊല്യൂഷൻ കിട്ടില്ല. ആ ഓട്ടോ സെൻസർ കംപ്ലൈൻ്റ് ആയി കഴിഞ്ഞാൽ കറക്റ്റ് ഫ്യൂല് മിക്സിങ് ആവില്ല, ചിലപ്പോൾ കൂടുതലായിരിക്കും ഫ്യൂല് ചെല്ലുക. അപ്പോൾ അതിന് ഒരിക്കലും പൊല്യൂഷൻ കിട്ടില്ല. അപ്പോൾ ഓട്ടോ സെൻസർ കംപ്ലൈൻ്റ് ആയെങ്കിൽ ഓട്ടോ സെൻസർ മാറ്റിയേക്കാം കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം എയർ ഫിൽറ്റർ, പ്ലഗ്, ഈ ത്രോട്ടിൽ ബോഡി ക്ലീൻ ചെയ്യുക, ഫ്യൂൽ ഫിൽറ്റർ മാറ്റി കഴിഞ്ഞാൽ പൊല്യൂഷൻ മിക്കവാറും വണ്ടിയിൽ കിട്ടാറുണ്ട്. സൈലൻസും കാര്യങ്ങൾക്കും ഒരു പ്രശ്നമില്ലാത്ത വണ്ടിക്ക് മിക്കവാറും കിട്ടാറുണ്ട്. നമുക്ക് ഇതുമായിട്ട് തിരിച്ചു വന്നിട്ടില്ല, അങ്ങനെ കിട്ടാതെ വന്നിട്ട് തിരിച്ചു വന്നില്ല. ഇത്രയും കാര്യങ്ങൾ മാറ്റി കഴിഞ്ഞാൽ ഓക്കെയോ നേരെ ചെല്ലുക, പൊല്യൂഷൻ എടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് എത്ര പേർക്ക് പൊല്യൂഷൻ കിട്ടാതെ എത്ര എമൗണ്ട് ചിലവായിട്ടുണ്ട് ജസ്റ്റ് ആ എമൗണ്ടിൻ്റെ കാര്യങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ പൊല്യൂഷൻ കിട്ടാത്തൊരു ജസ്റ്റ് ഇതൊന്ന് ശ്രദ്ധിച്ച് നോക്കുക. നിങ്ങളുടെ എയർ ഫിൽറ്ററും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. എയർ ഫിൽറ്റർ, പ്ലഗ് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് നോക്കുക. ഇത്രയും കാര്യങ്ങൾ ചെക്ക് ചെയ്തിട്ട് നേരെ പോയി പൊല്യൂഷൻ എടുത്ത് കഴിഞ്ഞാൽ പക്കയാവും. ആ വീഡിയോ ഇഷ്ടപ്പെട്ട് ഞാൻ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മറ്റു വീഡിയോ വീണ്ടും കാണാം.